നമസ്കാരം. ഛത്തീസ്ഗഡ് മനുഷ്യക്കടത്ത് കേസ്, അതങ്ങനെ തന്നെ പറയും. ഇപ്പോൾ ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ, കേസൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി അന്വേഷിച്ച് അതിന്റെ തുടർ നടപടികളും അന്വേഷണവും ഒക്കെ തന്നെ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കേസിൽ നേരിട്ട് അന്വേഷിക്കും എന്ന ഒരു സൂചന കൂടിയുണ്ട്. അത് സാധാരണ സൂചനയല്ല. ഇന്നിപ്പോൾ പത്രങ്ങളിലടക്കം അതിന്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. NIA തന്നെ ഈ കേസ് അന്വേഷിക്കും, യാതൊരു സംശയവുമില്ല. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ NIA അന്വേഷണം പ്രത്യേകമായ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യം ബോധ്യമാകും. എല്ലാ തരത്തിലും ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകില്ല, ഉണ്ടായിട്ട് കാര്യവുമില്ല. ജുഡീഷ്യറിയിൽ ഇടപെടുന്നതിന് എല്ലാവർക്കും പരിധിയുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാർക്കും, പ്രധാനമന്ത്രിക്ക് പോലും പരിധിയുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതായാലും കേസ് അന്വേഷിക്കട്ടെ, കേസിന്റെ മറ്റ് അന്വേഷണ സംവിധാനങ്ങളുമായി മുമ്പോട്ട് പോകട്ടെ. ബസ്തറിൽ അവിടെ പോയിട്ട് ബസ്തർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും അതുപോലെയുള്ള അതിന്റെ സമീപ പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലും ഒക്കെ തന്നെ നടക്കുന്നത് എന്താണ്, നക്സൽ ബാധിത പ്രദേശങ്ങളിൽ എന്ത് മിഷണറി പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി വിശദമായി അന്വേഷിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഇത്തരം ഇടപെടലുകൾ, അതായത് രാഷ്ട്രീയ ഇടപെടലുകൾ വഴി ജുഡീഷ്യറിയെ സ്വാധീനിച്ച്, അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ ഈ പ്രോസിക്യൂഷനെ കൊണ്ട് ജാമ്യത്തെ എതിർക്കാതെ, ജാമ്യാപേക്ഷയെ എതിർക്കാത്ത ഈ ഒരു രീതി ഒരിക്കലും ആരോഗ്യകരമല്ല, ഒരിക്കലും നമുക്ക് ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് തന്നെയാണ് നമ്മുടെ വ്യക്തമായ അഭിപ്രായം. കാരണം കേസുമായി മുമ്പോട്ട് പോകണം. കേസിന്റെ മെറിറ്റും ഡിമെറിറ്റും നോക്കി ജാമ്യം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. പ്രോസിക്യൂഷൻ ഒന്നും മിണ്ടാതിരുന്നാൽ ചിലപ്പോൾ ജാമ്യം കിട്ടിയേക്കാം. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിൽ ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീ പറയുന്നത് കേട്ടു. ഞങ്ങൾ മനുഷ്യക്കടത്തൊന്നുമല്ല നടത്തുന്നത്, മനുഷ്യക്കടത്ത് നടത്തുന്നത് ട്രെയിനിലാണോ, പൊതുഗതാഗത സംവിധാനത്തിലൂടെ ആരെങ്കിലും മനുഷ്യക്കടത്ത് നടത്തുമോ, ഞങ്ങൾ തുരങ്കങ്ങളിലൂടെ ഒളിച്ചൊന്നുമല്ല ഈ കുട്ടികളെ കൊണ്ടുവന്നത് എന്നൊക്കെ ഈ സിസ്റ്റർ പറയുന്നത് കേട്ടു. ആ സിസ്റ്റർ, അവരുടെ പേര് എനിക്കറിയില്ല, എന്തൊക്കെയായാലും അവരോട് പറയാനുള്ളത് ഇത് മനുഷ്യക്കടത്ത് തന്നെ എന്നുള്ള രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. ഈ തുരങ്കങ്ങളിലൂടെയും മുഖം മറച്ചും അല്ലെങ്കിൽ ബാഗിനകത്ത് ഒളിപ്പിച്ചും ഒക്കെ കൊണ്ടുപോകുന്നതിനെ തട്ടിക്കൊണ്ടുപോകൽ എന്നാണ് പറയുന്നത്, മനുഷ്യക്കടത്ത് എന്നല്ല. വിദേശങ്ങളിൽ നിന്ന് വരെ ഇന്ത്യയിലേക്കും ഇവിടുന്ന് അങ്ങോട്ടുമൊക്കെ വിമാനത്തിലും ട്രെയിനിലും ഒക്കെ എത്രയോ മനുഷ്യക്കടത്ത് നടക്കുന്നു. മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ, പ്രായപൂർത്തിയായതായാലും ആകാത്തതായാലും, അയാളുടെ അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അയാളുടെ വേണ്ടപ്പെട്ടവരുടെ അനുവാദമില്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് തെറ്റായ ധാരണ ജനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ആ ഒരു പ്രക്രിയയാണ് മനുഷ്യക്കടത്ത് എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല, അത് അംഗീകാരമില്ലാതെ കൊണ്ടുപോകുമ്പോൾ അതിപ്പോൾ അന്യരാജ്യത്തായാലും അന്യ നാട്ടിലായാലും അത് മനുഷ്യക്കടത്ത് തന്നെയായിട്ട് തന്നെ മാറും. അതങ്ങനെയാണ് പറയുന്നത്. BNS 143 ശിക്ഷാ നിയമം പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം തട്ടിക്കൊണ്ടുപോകലല്ല ഉണ്ടായത് എന്നത് യാഥാർത്ഥ്യം. പക്ഷെ മനുഷ്യക്കടത്തും ക്രിമിനൽ ഒഫൻസ് ആണ്, ഇത്തരം അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് ഈ സിസ്റ്റർ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ന്യായീകരിക്കാനും ഇതുപോലെയുള്ള ന്യായീകരണങ്ങൾ അടിക്കാനും അല്ലെങ്കിൽ വെളുപ്പിക്കലുകൾ നടത്താനും ഒക്കെ ഒരുപാട് പേർ, സഭയുടെ തന്നെ നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കേസന്വേഷണം പൂർത്തിയാകാതെ ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവർ സാധാരണഗതിയിൽ ഈ കുട്ടികളെ വളരെ സ്നേഹത്തോടെ അവരുടെ ആവശ്യത്തിന്, അതായത് ഈ കുട്ടികളുടെ ആവശ്യത്തിന് കൊണ്ടുപോവുകയായിരുന്നു എന്നൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കുറ്റവിമുക്തരാണ്. ഇവരെ കുറ്റവിമുക്തരാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ കേസ് ഘോഷ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് പലപ്പോഴും നടത്തിയത്. അതായത് ബിലാസ്പൂർ ഹൈക്കോടതി ഈ കേസ് എടുത്തു കളയാൻ വേണ്ട രീതിയിലുള്ള നടപടിയാണ് വേണം എന്നാണ് പലരും ആവശ്യപ്പെട്ടത്. പക്ഷെ എന്തായാലും ഈ കേസ് അന്വേഷണവുമായിട്ട് തന്നെ ശക്തമായി മുമ്പോട്ട് പോവുകയാണ്. മനുഷ്യക്കടത്ത് എന്താണ്, തട്ടിക്കൊണ്ടുപോകൽ എന്താണ്, ഇത്തരത്തിൽ അനധികൃത മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം എന്താണ് എന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കറിയാം. അതിനെ ഇപ്പൊ സഭയുടെ ആൾക്കാരായാലും ശരി, രാഷ്ട്രീയക്കാരായാലും ശരി, ഇടതുപക്ഷമായാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, BJP ആയാലും ശരി, ഇത്തരത്തിൽ വെളുപ്പിച്ചെടുക്കാനൊന്നും ശ്രമിക്കേണ്ട. ഇത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട, ഇന്ത്യൻ ശിക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ്. അത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ഈ കാര്യങ്ങൾ ഛത്തീസ്ഗഡിലെ BJPക്കും അറിയാം, കോൺഗ്രസിനും അറിയാം, അതുപോലെ തന്നെ വനവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഒക്കെ തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഈ കേസ് അന്വേഷണം ശക്തമായി തന്നെ മുമ്പോട്ട് പോകും. NIA അടക്കം ഈ കേസിൽ ഇടപെട്ട് അന്വേഷണം നടത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന്
മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.